അക്കൂട്ടത്തിൽ ഒന്നാമതായി വരിക നേരത്തെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പിതാവിന്റെ രൂപത്തിൽ ഈ മനുഷ്യൻ മരണത്തിന്റെ വെപ്രാളത്തിൽ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷയ്ക്ക് ഏറ്റവും ചെറിയ ഒരു പിടികയറി എവിടെ കിട്ടും എന്ന് വെപ്രാളപ്പെട്ട് 4 ഭാഗം തിരിഞ്ഞു നോക്കുമ്പോ തന്റെ തൊട്ടടുത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പിതാവ് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, മോനെ അറിയില്ലേ നിനക്കെന്നെ? അറിയും പാപ്പാ, ഞാൻ പോന്നത് മോനെ അള്ളാഹുവിനോട് സമ്മതം വാങ്ങി പോന്നതാണ്. ഞാൻ നേരത്തെ മരിച്ച് പരലോകത്തിലെത്തിയ അനുഭവമുള്ള ആളാണല്ലോ, അതുകൊണ്ട് വന്നതാണ്. പൊന്നുമോനെ, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ യഹൂദിയായി മരിച്ചെങ്കിലേ രക്ഷ കിട്ടുള്ളൂ. അത് പറയാനായിട്ട് അള്ളാഹുവിനോട് സമ്മതം വാങ്ങി പോന്നതാണ്. നീ അവസാനത്തെ സമയത്തിലാണല്ലോ, മരിക്കുകയാണല്ലോ. ഈ സമയത്ത് യഹൂദി മില്ലത്ത് സ്വീകരിച്ചോ, എങ്കിലേ മോനെ നിനക്ക് രക്ഷട്ടുള്ളൂ. എന്തെങ്കിലും ഒരു പിടികയറ് കിട്ടണം എന്ന് നിലക്ക് വിഷമിച്ച് വെപ്രാളപ്പെട്ടിരിക്കുന്ന ആ സമയത്തിൽ സ്വന്തം പ്രിയപ്പെട്ട പിതാവ്, കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പിതാവ് പരലോകത്തുനിന്ന് അള്ളാഹിനോട് സമ്മതം വാങ്ങി വന്നിട്ട് പറയാണ്, യഹൂദിയായിട്ട് മരിച്ചിട്ടേ രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് എന്റെ അനുഭവം എന്ന് പറയുമ്പം ആ സെക്കൻഡിൽ യഹൂദി മതമാണ് ഹക്ക് എന്ന് വിശ്വസിച്ച് പോയാൽ അവന്റെ ഖാത്തിമത്ത് മോശമായിപ്പോയി, ഈമാൻ ഊരപ്പെട്ട് കാഫറായി മരിച്ചു പോകും. സെക്കൻഡ് ഇടമതി അതിന്. അവിടവും പരാജയപ്പെട്ടാൽ നിരാശപ്പെടില്ല. കാരണം ഇവന് അള്ളാഹിനോട് കരാർ ചെയ്ത് പോന്നതല്ലേ. പണ്ട് അള്ളാഹിനോട് പോരുമ്പോ എന്താ പറഞ്ഞ്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. അള്ളാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തു പോന്നവനാണ്. അപ്പൊ ഈ അവസാന നിമിഷം വരെ പേപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും പേപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം. ഇവിടെ രക്ഷപ്പെട്ടാൽ താമസിയാതെ പിന്നെ പ്രത്യക്ഷപ്പെടുന്നതാ മറുവശത്ത് പ്രിയപ്പെട്ട വാത്സല്യനിധിയായ മാതാവ്, കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മയുടെ രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അടുത്ത് വന്നിട്ട് പറയാണ്, മോനെ നീ എന്നെ മറന്നോ? എങ്ങേയറ്റം ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുന്നത്, നിങ്ങളെങ്ങനെ മറക്കുക? മോനെ, ഞാൻ വന്നത് അള്ളാഹിനോട് സമ്മതം ചോദിച്ചിട്ട് പോന്നതാണ്. നീ മരിക്കാൻ പോവുകയാണല്ലോ, ഈ സമയത്തെങ്കിലും നീ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള നിലക്ക് പോന്നതാണ്. നസ്രാനിയായി മരിച്ചെങ്കിലേ മോനെ ആഖിറത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതുകൊണ്ട് എന്റെ മോൻ മരിക്കണതിന് മുമ്പ് നസ്രാനി മതാണ് ഹക്ക്, നിയമം കൊള്ളണം, എന്നാലേ ആഖിറത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. പ്രിയപ്പെട്ട വാത്സല്യനിധിയായ ഉമ്മ, മരണപ്പെട്ടു പോയ ഉമ്മ വന്നിട്ട് നേരെ പറയുമ്പോ അള്ളാഹു സൗഭാഗ്യം കൊടുത്ത് രക്ഷിച്ചവരല്ലെങ്കിൽ ഒന്ന് പതറിപ്പോയാൽ, പതർച്ചയുടെ സമയത്താണ് റൂഹ് പോകുന്നതെങ്കിൽ ഈമാൻ ഊരപ്പെട്ടു പോയില്ലേ. ഇതിലും പരാജയപ്പെട്ടാലും മതിയാക്കുന്നില്ല. മൂന്നാമത് വരുന്നത് പ്രിയപ്പെട്ട ഉസ്താദ്, അതല്ലെങ്കിൽ താൻ ആദരിക്കുന്ന തന്റെ ഷെയ്ഖ്, അവരുടെ രൂപത്തിൽ മരണപ്പെട്ടു പോയ ഷെയ്ഖിന്റെയോ ഗുരുനാഥന്റെയോ രൂപത്തിൽ വന്നുകൊണ്ട് പറയാണ്, മോനെ നീ 2 അക്ഷരം പഠിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാ, എന്നെ നിനക്ക് അറിയോലോ. ഞാൻ മരിച്ചു നോക്കുമ്പോ ആകെ മജൂസിയായി ജീവിച്ചെങ്കിൽ ആഖിറത്തിൽ ഗുണമുള്ളൂ എന്നാണ് എന്റെ അനുഭവം. അപ്പൊ നീ നന്നാവണമെന്നുള്ള ആൾക്കാണ് അത്രയൊക്കെ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പൊ പറയാനുള്ളത് മജൂസിയാണ് ഹക്ക് എന്ന് വിശ്വസിച്ചു കണ്ട് മരിച്ചെങ്കിലേ രക്ഷപ്പെട്ടുള്ളൂ മോനെ. ഇങ്ങനെ ഉസ്താദിന്റെ കോലത്തിലും ഉമ്മയുടെ കോലത്തിലും വാപ്പയുടെ കോലത്തിലും വന്ന് വീണ്ടും വീണ്ടും ഈ മരണവെപ്രാളത്തിൽ കടന്ന് എരിപൊരി കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ മുന്നിലാണ് ഈ പ്രത്യക്ഷപ്പെടുന്നത്. നോക്കണം, എന്തുമാത്രം ഗുരുതരമായ സന്ദർഭമാണ്. സെക്കൻഡ് ഇടമതി ഈമാൻ ഊരപ്പെട്ടു പോകാൻ. അല്ലാഹു തആല ഖുർആൻ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. സത്യവിശ്വാസികളായ നമ്മളോട് ദുആ ചെയ്യാൻ പറയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, റബ്ബാവുന്ന നീ ഒരുവനാണെന്ന് ഈമാൻ കൊള്ളാനും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് ഹക്കായ ദീനെന്ന് ഈമാൻ കൊള്ളാനും ഭാഗ്യം തന്ന തമ്പുരാനെ, നീ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ കൽബിനെ ഇടർച്ച വരുത്തല്ലേ റബ്ബേ. ബഅദ ഇദ് ഹദൈതനാ, ഈമാനും ഇസ്ലാമും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം തന്ന നീ ആ ഈമാൻ ഇടർച്ച വന്ന് തകരാറാകാൻ ഇടവരുത്താതെ നീ കാക്കണേ പടച്ചോനെ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ,
നിന്റെ മഹത്തായ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ദാനമായി നൽകണമേ. ഈ സന്ദർഭത്തിൽ വുദൂഓടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ ഹദ്റത്തിൽ ഹാജരാകും. ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ വുദൂ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ രഹസ്യമത. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ എടുത്ത് കിടക്കണം എന്ന് പറഞ്ഞതിന്റെ രഹസ്യതാണ്. ഉറക്കത്തിലെങ്ങാനും മരിച്ചുപോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂഓടുകൂടി ഉറങ്ങിയാൽ വുദൂഓടുകൂടി മരിച്ച വിധിയാണ്. അവിടെ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, റഹ്മത്തിന്റെ മലായികത്തിന്റെ ലീഡർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കൂടെ നൂറുകണക്കിന് മുഖറബീങ്ങളായ റഹ്മത്തിന്റെ മലായികത്തുണ്ടാകും. ഈ മലായികത്തിന് പ്രവേശന സൗകര്യത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്, രോഗി ആസന്ന മരണനായി കണ്ടാൽ ആ റൂമിനകത്ത് ഫോട്ടോകള്, രൂപങ്ങള്, മറ്റ് ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ മലായികത്തിന് ഇഷ്ടമില്ലാത്ത ദുർഗന്ധങ്ങള്, അഴുക്കുകൾ അതൊക്കെ മാറ്റി നന്നായി വൃത്തിയാക്കി ഈ സുഗന്ധം പുകയിക്കണം. കാരണം അവിടെ അള്ളാഹുവിന്റെ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതേസമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണർത്തിയ കാര്യമാണ്, ഷോക്കേസിലും മറ്റും മറിച്ചുവേറ്റ് പല രൂപങ്ങളും പല ജീവജാലങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ച് അതുപോലെ തന്നെ ദുർഗന്ധവും അഴുക്കും നിറഞ്ഞിരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തിന്റെ സാമീപ്യം ഉണ്ടാവില്ല. അവിടെ മറ്റവർക്ക് നല്ല സുഖവും ീസിലും കൂട്ടർക്കും അവിടെ നല്ല സുഖമായിരിക്കും. അപ്പൊ അതൊക്കെ നേരത്തെ തയ്യാറാക്കി മലായികത്തിന്റെ സാന്നിധ്യത്തിന് അനുഗുണമായ നിലക്കാരി എന്ന് മാത്രമല്ല, ഈ മരിക്കുന്ന ആളുടെ അരികെ ഹൈള്, നിഫാസ്, ജനാബത്ത് എന്നിവ ഉള്ളവർ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കേണ്ടതുമാണ്. അത്തരം സ്ഥലത്തും ബഹുമാനപ്പെട്ട മലായികത്തിന്റെ സാന്നിധ്യം, റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മലായികത്ത് വലയം സൃഷ്ടിക്കുകയാണ്. റഹ്മത്തിന്റെ മലായികത്ത് ഈ മനുഷ്യന്റെ ചുറ്റുമുട്ട് വലയം സൃഷ്ടിക്കും. അങ്ങനെ ഇടതുവശത്തിലൂടെ വന്ന് നോക്കുമ്പോൾ ഇബ്ലീസും കൂട്ടരും വരുമ്പോൾ അവിടെ മലായികത്ത് അവരാട്ടിവിടും. അവൻ നിരാശപ്പെടില്ല, വീണ്ടും വരുന്നു വലതുവശത്തിലൂടെ. വലതുവശത്തിലൂടെ വരുമ്പോൾ അവിടെയും മലായികത്ത് അവിടെ നാട്ടിവിടുമ്പോൾ മുന്നിലൂടെ വരുന്നു. അവിടെയും മൂന്ന് ഭാഗത്തും പരാജയപ്പെട്ട് ബഹുമാനപ്പെട്ട മലായികത്തിന്റെ വലയം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമാണ് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹൈഫ്ള്, പ്രത്യേകമായ കാവല്, സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇവിടെയാണ് അവസാനത്തെ പോരാട്ട കേന്ദ്രം. ഇവൻ രക്ഷപ്പെടരുത് എന്ന മാറ്റ രക്ഷയാണ് ഇബ്ലീസിനുള്ളൂ. മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽപ്പെട്ട ഒറ്റ ഒരുത്തനും രക്ഷപ്പെടരുത് എന്നാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഈ ലോകം അവസാനിച്ചു, ഇനി അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ പേപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, എന്റെ ശപഥം പൂർത്തിയായി എന്നുള്ള നിലക്കാണ് അവന്റെ കക്ഷിയുടെ ശ്രമം ഉണ്ടാകുക. അതോ ഈ മലക്കുകൾ എപ്പോഴും പോയി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആവേദനയും ആവേജാറും വെപ്രാളവും വിഷമവും അതുണ്ടൊരു ഭാഗത്ത്, അതിന്റെ ഇടക്കാണ് ഇത്. ഈ സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തിന്റെ കാവലുകൊണ്ട് കാവലാക്കപ്പെട്ട് ഈമാൻ സലാമത്താകാനുള്ള സൗഭാഗ്യം അള്ളാഹു തമ്പുരാൻ നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടി ഈ മലായികത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ഇദാ ഹദർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഇദാ ഹദർതുമുൽ മരീള, ഗുരുതരമായി രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടക്കുന്ന ഒരാളുടെ അടിയെ നിങ്ങൾ ഹാജരായാൽ, പറ്റ മരിക്കാനാണ്, ആള് മരിച്ചിട്ടില്ല, ജീവനുണ്ട്, അങ്ങനെ ആസന്ന മരണനായ രോഗിയുടെ അരികെ നിങ്ങൾ ഹാജരായാൽ, അല്ലെങ്കിൽ അവൽ മയ്യിത്ത, ഇനി മരണപ്പെട്ടു, മരിച്ചോടത്ത് ഹാജരായി. രണ്ടാണെങ്കിലും, രണ്ടാലൊന്ന് ശക്രാവി അല്ല, അവിടെ രണ്ടവസ്ഥയാ. ചിലപ്പോണ്ടോ ഹദീസിൽ ഈ ഔട്ട് പറഞ്ഞാല് രണ്ടാലൊന്നാ നിബിധങ്ങൾ പറഞ്ഞത്, അതിൽ ഏതാന്ന് റാവിക്ക് സംശയമുള്ളതുകൊണ്ട് ഉറപ്പിന് പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതല്ല, ഇത് രണ്ട് ഘട്ടമാണ്. ഒന്ന് ആസന്ന മരണനായ രോഗിയുടെ അരികെ ചെന്നാലും, മരണപ്പെട്ട മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുന്നിടത്ത് ചെന്നാലും ഫഖൂലൂ ഖൈറാ, അവിടെ ഖൈറായത് മാത്രമേ നിങ്ങൾ പറയാവൂ. ഖൈറ് പറയണം. കാരണം ഫൈനൽ മലായികത തുഅ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ എന്ത് അവിടെ വെച്ച് പറഞ്ഞാലും അതിനൊക്കെ ആമീൻ പറയാൻ മലായികത്ത് അവിടെയുണ്ട്. മരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മലക്കുണ്ട് അവിടെ. അവരുടെ പണിപ്പെട്ടതാണ് ഈ ആമീൻ പറയൽ. അത് മരിച്ചാലും അവരുണ്ട്.
മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുണ്ട്, അതിന് പറയുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുണ്ട്, കഫൻ ചെയ്യുമ്പോഴുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുണ്ട്, അണിയായി ഖബർ വരെ മയ്യത്ത് അണിയായിട്ട് ഈ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. അവിടെയൊക്കെ നല്ലത് പറഞ്ഞാൽ അതിന് ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാം ആമീൻ പറയും. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഗുരുതരമായി രോഗം ബാധിച്ച് മരണാസന്നനാണ് എന്ന വിവരം കിട്ടിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജരായി. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണ്. അതോടുകൂടി അമ്മായിയുടെ മോനുമാണ്, മച്ചുനിയനാണ്. നേരെ മുലകുടി ബന്ധത്തിൽ സുഹൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു തആല അൻഹ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തതുപോലെ അബൂ സലമക്കും മുല കൊടുത്തിട്ടുണ്ട്, അൻസാർ റളിയല്ലാഹു അൻഹുവിനും മുല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ മുലകുടി ബന്ധത്തിൽ മൂന്നാളും സഹോദരന്മാരാണ്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ ചെന്ന് നബി തങ്ങൾ ചെന്നപ്പോക്ക് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. അത് അവര് മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണ്, ഉമ്മു സലമ ബീവിയും ചെറിയ മക്കൾ പൈതങ്ങളും വീട്ടിലുള്ളൂ, അതിനെ പറ്റി പരിചയമുള്ള മക്കളുള്ളവരൊന്നും അവിടെ വീട്ടില്ല. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ആരും വെച്ചാലും അങ്ങനെ കണ്ണിങ്ങനെ ഇട്ടേറ്റുണ്ടാകുക, റൂഹിന് പിരിഞ്ഞ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മയ്യിത ഇദാ ഖുബിള റൂഹുഹു തബിഅഹു ഐനാഹു. റൂഹ് പിടിച്ചാൽ മലക്കുകൾ കൈമാറി ഇത് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കണ്ണ് ഈ റൂഹിനെ അനുഗമിക്കും. അതുകൊണ്ട് കണ്ണിങ്ങനെ ഇട്ടേറ്റിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ണടപ്പിക്കണം, കാരണം അത് പിന്നീട് ഒരു വികൃതമായ രൂപം തോന്നും. അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഭാര്യക്കും മക്കൾക്കും അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് മനസ്സിലായത്. അപ്പോഴേക്ക് അവർ കരയാൻ തുടങ്ങി. കരയുമ്പോ സാധാരണ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ട് കരയല് പൊതുവെ സ്ത്രീകളുടെ സ്വഭാവം. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിൽ ഖൈർ ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഇവിടെന്ന് ഖൈറല്ലാത്തൊരു വാക്ക് പറഞ്ഞു പോകരുത് മക്കളെ. ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഖൈർ പറഞ്ഞാലും ഷർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറയും. അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറയും. അത് ഖൈർ പറഞ്ഞാൽ ഖൈറിനാവും ആമീൻ, ഷർ പറഞ്ഞാൽ അത് ഷെറിനായി തീരും. അതുകൊണ്ട് നല്ലതേ പറയാവൂ.